മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസം സർക്കാർ അവതരിപ്പിച്ച ടൗൺഷിപ്പ് രൂപരേഖയിൽ പ്രതീക്ഷയോടൊപ്പം ആശങ്കയും പങ്കുവച്ച് ദുരന്തബാധിതർ. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ 5 സെന്റ് ഭൂമി പോരെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. മേപ്പാടിയിൽ നൽകുന്നതുപോലെ 10 സെന്റ് ഭൂമി കൽപ്പറ്റയിലും വേണമെന്നും സർക്കാർ തങ്ങളുടെ അഭ്യർത്ഥന മാനിക്കുമെന്നും ടൗൺഷിപ്പിന് പുറത്തുപോകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക കുറഞ്ഞെന്നും ദുരന്തബാധിതർ പറയും. ഹാരിസൺ കമ്പനിയുടെ മേപ്പാടി നെടുമ്പാലയിലെ ഭൂമിയിലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലുമാണ് ടൗൺഷിപ്പ് ഒരുങ്ങുക. ടൗൺഷിപ്പിന്റെ മാതൃകാ രൂപരേഖ സർക്കാർ അവതരിപ്പിച്ചതിനു പിന്നാലെ ആശങ്കയും ദുരന്തബാധിതർ പങ്കുവയ്ക്കുന്നു. ഒരുമയോടെ ജീവിച്ചവരെ പരതിക്കിലാക്കാതെ ഒരുമിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ചൂരൽമല സ്കൂൾ റോഡിൽ താമസിച്ചിരുന്ന വിജയലക്ഷ്മി പറഞ്ഞെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം പലർക്കുമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഭാഗത്തൊരു കൂട്ടായ്മയായിട്ട് ജീവിച്ചിരുന്നതാണ്. ഞങ്ങളുടെ മുണ്ടക്കൈ അങ്ങനെ ചൂരന്മല അങ്ങനെ ഞങ്ങളെ അമ്മൻ്റെ മക്കളെ പോലെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞിരുന്നത്. അപ്പം അതേപോലെ ഒരു സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗത്താകുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ്റെ അങ്ങും പറയാലോ. കൽപ്പറ്റയിലും നെടുമ്പാലയിലും ഭൂമിയുടെ അളവ് നിശ്ചയിച്ചതിൽ പോരായ്മയുണ്ടെന്നാണ് റഷീദ് പറയുന്നത്. 1-2 കാര്യങ്ങൾ പുനഃപരിശോധിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് 5 സെൻറ്റ് നമുക്കത് പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മിനിമം 10 സെൻറ്റെങ്കിലും എൽസ്റ്റൺ എസ്റ്റേറ്റ് കിട്ടണം. ടൗൺഷിപ്പിന്റെ പുറത്തുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഖ്യാപിച്ച ധനസഹായ തുക കുറവെന്ന അഭിപ്രായമാണ് ദുരന്തബാധിതരായ അനിൽകുമാറും ജിജീഷും പങ്കുവയ്ക്കുന്നത്. സ്ഥലം 49 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും 15 ലക്ഷം രൂപ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡപ്പെടുത്തുന്ന അറിയുന്നില്ല. സ്ഥലത്തിൻ്റെ വിലൻ്റെ കാര്യങ്ങൾ, ഒരു വീട് വെക്കണമെങ്കിൽ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപ കയ്യില്ലാതെ വീട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിച്ച ആ മണ്ഡലത്തിൽ ഞങ്ങളെ വീണ്ടും പുനഃസ്ഥാപിച്ച് നമുക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിറവേറ്റി തന്ന് ഞങ്ങളെ വീണ്ടും എന്താ പറയുക കൂടെ ചേർക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൽപ്പറ്റ ആയിക്കോട്ടെ നെടുമ്പാല ആയിക്കോട്ടെ 5 സെൻറ്റോ, നമ്മളിപ്പോൾ എൻ്റെ വീട് തന്നെ വെച്ചിരിക്കുന്നത് 60 സെൻറ്റിലാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. അവർക്കൊരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരു വീടിന് ചിലവാക്കിയിരുന്ന പൈസയും കാര്യങ്ങളും എത്ര വരികയെന്ന്. ഈ ടൗൺഷിപ്പും വേണ്ടാന്നുണ്ടെങ്കിൽ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം നമുക്ക് ഈ എവിടെയെങ്കിലും ഒരു സ്ഥലം വീട് വെക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് പറ്റൂലല്ലോ. അതേസമയം പുനരധിവാസ ചുമതലയുള്ള റവന്യൂ മന്ത്രി കെ രാജന് മുമ്പിൽ തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.